Anyway, all the best, my loving brother, my loving sister. Wish you all the best, wish you all success, wish you all very wonderful, happy married life. അപ്പോൾ നല്ലൊരു കയ്യടി, നല്ലൊരു ഫോണെല്ലാവരും ഇരിക്കുന്ന ആൾക്കാരും നിൽക്കുന്ന ആൾക്കാരും കൈ ഫ്രീ ആണെങ്കിൽ നല്ലൊരു കൈ കൊടുക്കല്ലേ. താങ്ക് യു സോ മച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിഷ പറയും. ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഷിയാസിനോട് പറയാനായിട്ടുണ്ട്. ഇത് എന്നെ റിവേഴ്സ് ആണ്, സ്വീറ്റ് റിവേഴ്സ് ആയിട്ടാണ് കൂട്ടിയോ. മാത്രമല്ല എന്റെ കല്യാണത്തിന് വന്നിട്ട് ആടെ എന്നോട് ഹാപ്പി ബർത്ത്ഡേ ആണ് പറഞ്ഞത്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഷിയാസ്. അല്ല, ഇറ്റ്സ് ആക്ച്വലി ടുഡേ യുവർ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആണ് പറയുന്നത്. പക്ഷെ എനിക്ക് തിരിച്ച് പറഞ്ഞുകൂടെ എന്നെ അന്ന് ആളെ നെർവസ് ആക്കാൻ ചെയ്തത്. കാരണം നേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പക്ഷെ എക്സാക്ട്ലി ഇത് ഹാപ്പി ബർത്ത്ഡേ ശരിക്കും ഒരാൾ ഹാപ്പി ബർത്ത്ഡേ ആണ്. യെസ്, നമ്മുടെ ദാർജിലിംഗിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നല്ലൊരു കൈ ആൻഡ് ഒരു ബർത്ത്ഡേ സോങ് ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തേ. ഒരു ബർത്ത്ഡേ സോങ് പറഞ്ഞേ. മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. Once again, yeah. DJ bro, can you play the song? ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് കൂടെ കൂടിയിട്ട് ദിസ് മൊമെന്റിൽ ഈ ബർത്ത്ഡേക്ക് യെസ് DJ bro, can you play the birthday song? Excuse me. യെസ് നല്ലൊരു കൈ കൊടുക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം തന്നെ ബർത്ത്ഡേ ആഘോഷിക്കാത്തപ്പോൾ ലക്കി ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു പെൺകുട്ടി തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ പ്രിയപ്പെട്ട ഷിയാസും ഏറ്റവും വലിയ ലക്കിയാണ്. താങ്ക് യു സോ മച്ച്. Wow.